ഹരി ഓം. എല്ലാ പ്രിയമിത്രങ്ങൾക്കും നമസ്കാരം. ശ്രീമദ് ഭഗവത്ഗീത നിത്യസാധനയിലേക്ക് ഏവർക്കും സ്വാഗതം. അറിവ് സംസ്കൃതിയുടെ നിറവ്. കർമ്മത്തിൽ അകർമ്മത്തെയും അകർമ്മത്തിൽ കർമ്മത്തെയും കാണുന്ന സത്യദർശിയാണ് യോഗി എന്നും, മനുഷ്യരിൽ ബുദ്ധിമാനായ ആ കർമ്മയോഗി എല്ലാ കർമ്മങ്ങളും വിധിയാവണ്ണം അനുഷ്ഠിക്കുന്നവനാണെന്നും കഴിഞ്ഞ ദിവസം നമ്മൾ ശ്രദ്ധിച്ചു. സ്വകർമ്മത്തെ യോഗമാക്കി മാറ്റുന്ന ജ്ഞാനിയുടെ കർമ്മമാർഗം വിശദീകരിക്കുന്നത് ഭഗവാൻ തുടരുകയാണ്. ജ്ഞാനകർമ്മ സന്യാസ യോഗത്തിലെ 19, 20 എന്നീ ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. യസ്യ സർവേ സമാരംഭാഃ കാമസങ്കൽപ്പവർജിതാഃ ജ്ഞാനാഗ്നി ദഗ്ധകർമാണം തമാഹു പണ്ഡിതം ബുധാഃ ത്യക്ത്വാ കർമ്മഫലാസംഗം നിത്യതൃപ്തോ നിരാശ്രയഃ കർമ്മണ്യഭിപ്രവൃത്തോപി നൈവ കിഞ്ചിത് കരോതി സഃ. കേരളവ്യാസൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനെയും കൂടി നമുക്ക് ശ്രദ്ധിക്കാം. കാമസങ്കൽപ്പമില്ലാതെ സർവാരംഭവുമുള്ളവൻ, കർമ്മം ജ്ഞാനത്തീയിൽ വെന്തോൻ, വിദ്വാനെന്നോതുമേ ബുധർ. കർമ്മത്തിൻ ഫലബന്ധം വിട്ടെന്നും തൃപ്തൻ നിരാശ്രയൻ, കർമ്മം ചെയ്യുന്നിതെന്നാലും ഒന്നും ചെയ്യുന്നതില്ലവൻ. യസ്യ സർവേ സമാരംഭാഃ കാമസങ്കൽപ്പവർജിതാഃ ജ്ഞാനാഗ്നിദഗ്ധകർമാണം തമാഹു പണ്ഡിതം ബുധാഃ ത്യക്ത്വാ കർമ്മഫലാസംഗം നിത്യതൃപ്തോ നിരാശ്രയഃ കർമ്മണ്യഭിപ്രവൃത്തോപി നൈവ കിഞ്ചിത് കരോതി സഃ. കാമസങ്കൽപ്പമില്ലാതെ സർവാരംഭവുമുള്ളവൻ, കർമ്മം ജ്ഞാനത്തീയിൽ വെന്തോൻ, വിദ്വാനെന്നോതുമേ ബുധർ. കർമ്മത്തിൻ ഫലബന്ധം വിട്ടെന്നും തൃപ്തൻ നിരാശ്രയൻ, കർമ്മം ചെയ്യുന്നിതെന്നാലും ഒന്നും ചെയ്യുന്നതില്ലവൻ. യാതൊരുവൻ്റെ സകല കർമ്മങ്ങളും ഫലാസക്തിയിൽ നിന്ന് മുക്തമായതാണോ? ജ്ഞാനാഗ്നിയാൽ കർമ്മത്തെ ദഹിപ്പിച്ചു കഴിഞ്ഞ അവനെ അറിവുള്ളവർ പണ്ഡിതനെന്നു വിളിക്കുന്നു. കർമ്മങ്ങളുടെ ഫലത്തിലുള്ള ആസക്തിയെ ത്യജിച്ചിട്ടുള്ളവനും നിത്യതൃപ്തനും ഒന്നിനെയും ആശ്രയിക്കാത്തവനുമായ അവൻ കർമ്മങ്ങളെ ചെയ്യുന്നുണ്ടെങ്കിലും ഒന്നും തന്നെ ചെയ്യുന്നില്ല. നമുക്ക് പരിചയമുള്ളതും പരിചയമില്ലാത്തതുമായ പ്രവൃത്തികളിൽ ഏർപ്പെടുമ്പോൾ പദ്ധതികൾ രൂപപ്പെടുത്തി വേണ്ടത്ര ആസൂത്രണത്തോടെയാണല്ലോ അവയിൽ വ്യാപരിക്കുന്നത്. ഓരോ പ്രവൃത്തികളിലും ഏർപ്പെടുമ്പോൾ ഓരോ ആഗ്രഹത്തോടെയും അത് ഏതു രൂപത്തിലായിരിക്കണമെന്നും നമുക്ക് സങ്കല്പങ്ങളുമുണ്ട്. പദ്ധതികളെല്ലാം വിജയത്തിലെത്തണമെന്നും അതിൻ്റെ ഫലം തന്നിൽ തന്നെ എത്തിച്ചേരണമെന്ന പ്രതീക്ഷയിലുമാണ് പ്രവൃത്തികൾ ആരംഭിക്കുന്നത് തന്നെ. ഓരോരോ ആഗ്രഹങ്ങളും ആ ആഗ്രഹങ്ങൾ എങ്ങനെ നേടിയെടുക്കണമെന്ന സങ്കല്പങ്ങളും പ്രവൃത്തികൾക്ക് പിന്നിലുണ്ടെന്ന് സാരം. ഓരോ പ്രവൃത്തിയും പൂർത്തീകരിച്ചു കഴിഞ്ഞ് നമ്മുടെ സങ്കല്പങ്ങളും ആഗ്രഹങ്ങളും അതുപോലെ ജീവിതത്തിൽ വന്നു ചേർന്ന് ജീവിതം തൃപ്തമാകുന്നുണ്ടോ എന്ന് തുടർന്നുള്ള അനുഭവങ്ങളിൽ നിന്നും നമ്മൾ തിരിച്ചറിയുന്നുമുണ്ട്. പ്രവൃത്തിയിൽ ഏർപ്പെടുന്നതിന് മുൻപും പിൻപും പ്രവൃത്തി നമ്മളറിയാതെ നമ്മെ ബന്ധനത്തിലാക്കുന്നു, അല്ലേ? കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കുന്നത് കൊണ്ട് മനുഷ്യൻ ഒരിക്കലും നൈഷ്കർമ്മ്യത്തെ പ്രാപിക്കുന്നില്ല. കർമ്മത്യാഗം കൊണ്ട് ആർക്കും
സിദ്ധിയും വന്നു ചേരുന്നില്ല എന്നും അല്പനേരത്തേക്ക് പോലും ഒരുവനും കർമ്മം ചെയ്യാതെ ഇരിക്കുന്നില്ല എന്നും കഴിഞ്ഞ അധ്യായമായ കർമ്മയോഗത്തിലെ 4, 5 എന്നീ ശ്ലോകങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയതാണല്ലോ. തുടർന്ന് 26-ാം ശ്ലോകത്തിൽ അജ്ഞാനികളുടെ ചിന്താഗതികളെ ഒരിക്കലും മാറ്റിമറിക്കാതെ സ്വധർമ്മനിഷ്ഠനായ ജ്ഞാനി കർമാസക്തന്മാരായ അജ്ഞാനികളെ വിഹിതമായ കർമ്മത്തിന് പ്രേരിപ്പിക്കുകയാണ് വേണ്ടതെന്നും ഭഗവത് വചനങ്ങളിൽ നിന്നും നമ്മൾ ശ്രദ്ധിച്ചു. കർമ്മത്തിൽ വിമുഖത കാട്ടി മൂഢബുദ്ധിയായ മിഥ്യാചാരനായി തീരാതെ ഇരിക്കാൻ കർമ്മത്തിലേർപ്പെടാൻ പ്രേരിപ്പിക്കുക എന്ന ഉദ്ദേശമാണ് ഭഗവാന്റെ ഉപദേശത്തിന് പിന്നിലുള്ളത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയുമല്ലോ. മാത്രമല്ല, കർമ്മത്തിലേർപ്പെടുമ്പോഴാണല്ലോ അവയിൽ നിന്നുമുള്ള അനുഭവങ്ങൾ തിരിച്ചറിവിലേക്ക് നമ്മെ നയിക്കുന്നതും മോക്ഷപ്രാപ്തിക്ക് കാരണമാകുന്ന ജ്ഞാനത്തിലേക്ക് നമ്മെ എത്തിക്കുന്നതും. കർമാനുഭവങ്ങളിലൂടെ ജ്ഞാനിയായിത്തീർന്ന കർമ്മയോഗിയുടെ മാനസികാനുഭവങ്ങളാണല്ലോ ജ്ഞാനകർമ്മ സന്യാസ യോഗത്തിലൂടെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. മുൻവിധികളൊന്നുമില്ലാതെ ആഗ്രഹസങ്കല്പങ്ങൾക്കൊന്നും സ്ഥാനം കൽപ്പിക്കാതെ സ്വഭാവാനുസൃതമായി കർമ്മത്തിലേർപ്പെടുമ്പോൾ എന്തായിരിക്കും അനുഭവം? തൻ്റെ കർമ്മം തനിക്കു മാത്രമുള്ള സ്വധർമ്മനിഷ്ഠയാണെന്ന് തിരിച്ചറിഞ്ഞ് തനിക്ക് വന്നുചേരുന്ന കർമ്മത്തിൽ വ്യാപൃതനായാൽ ആഗ്രഹസങ്കല്പങ്ങൾക്കല്ല, മറിച്ച് വിധിയാംവണ്ണമുള്ള കർമ്മപൂർത്തീകരണത്തിനായിരിക്കുമല്ലോ നമ്മൾ പ്രാധാന്യം നൽകുന്നത്. സ്വധർമ്മനിഷ്ഠയായ കർമ്മം വിധിയാംവണ്ണം പൂർത്തിയാക്കുമ്പോൾ ചെയ്യേണ്ടതുപോലെ ചെയ്തു എന്ന സംതൃപ്തി മനസ്സിൽ നിറയുകയും കർമ്മത്തിലും കർമ്മഫലത്തിലുമുള്ള ആസക്തി ഒട്ടുമില്ലാത്തതിനാൽ കർമ്മത്തിന് മുൻപും പിൻപും കർമ്മത്തെ ഓർത്ത് ചിന്തിക്കേണ്ടിയും വരുന്നില്ല. കാമസങ്കല്പങ്ങൾ കർമ്മബന്ധത്തിന് കാരണമായി തീരും എന്ന് തിരിച്ചറിഞ്ഞ കർമ്മയോഗി സ്വാർത്ഥപരമായ ആഗ്രഹങ്ങളൊന്നുമില്ലാതെ തനിക്കു വന്നു ചേരുന്ന കർമ്മത്തെ മുൻവിധികളൊന്നുമില്ലാതെ പൂർത്തിയാക്കുന്നു. ശരീരം ധർമ്മത്തെ സാധിപ്പാനുള്ള ഉപാധിയാണെന്ന് തിരിച്ചറിഞ്ഞ് കർമ്മത്തിലേർപ്പെടുന്ന ജ്ഞാനി മറ്റൊന്നിലും ആശ വയ്ക്കാത്തതിനാൽ പരാശ്രയഭാവമില്ലാത്ത തൃപ്തനായി മാറുന്നു. ഈ മാനസികാവസ്ഥയിൽ കർമ്മം ചെയ്തുകൊണ്ടിരുന്നാലും കർമ്മം ബന്ധങ്ങളും ബന്ധനങ്ങളും സൃഷ്ടിക്കാതിരിക്കുന്നതിനാൽ കർമ്മമൊന്നും ചെയ്യാത്തവനായിത്തീരുന്നു കർമ്മയോഗി. ഇങ്ങനെ ബ്രഹ്മാനുഭവപ്രാപ്തിക്ക് കാരണമായിത്തീരുന്ന ജ്ഞാനമാകുന്ന അഗ്നിയിൽ കർമ്മത്തെ ഭസ്മമാക്കി തീർക്കുന്നവരെയാണ് അറിവുള്ളവർ പണ്ഡിതൻ എന്ന് വിളിക്കുന്നത്. കർമ്മയോഗിയുടെ അനുഭവങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഗുണസ്വഭാവങ്ങൾക്കനുസരിച്ചുള്ള കർമ്മം കാമസങ്കല്പങ്ങളൊന്നുമില്ലാതെ ലോകാനുഗ്രഹമായി ചെയ്യേണ്ടുന്നതിൻ്റെ പ്രാധാന്യം കുന്തിപുത്രനെ ബോധ്യപ്പെടുത്തുന്ന പരമാത്മസ്വരൂപിയുടെ തുടർന്നുള്ള വചനങ്ങൾ അടുത്ത ദിവസം നമുക്ക് ശ്രദ്ധിക്കാം. എല്ലാ പ്രിയമിത്രങ്ങൾക്കും നന്ദി, നമസ്കാരം. ഹരി ഓം.